പ്രിയപ്പെട്ടവരെ, എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മാർച്ച് മാസങ്ങളിൽ എക്സാമിൻ്റെ ചൂടിലാണ് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒക്കെ. കുഞ്ഞുങ്ങൾ സീരിയസ് ആയിട്ട് പഠിത്തം തുടങ്ങിക്കഴിഞ്ഞു. മാതാപിതാക്കൾ പ്രാർത്ഥനയും അവരെ സപ്പോർട്ടും ആരംഭിച്ചു കഴിഞ്ഞു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. എക്സാമിൻ്റെ സമയത്ത് ഏകാഗ്രത നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. നിങ്ങളുടെ മനസ്സിനെ മുറിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഇടപെടരുത്. മാതാപിതാക്കൾ പൂർണ്ണമായിട്ട് കുഞ്ഞുങ്ങൾക്ക് പിന്തുണ കൊടുക്കണം. അവർ ഏറ്റവും നല്ലൊരു വിജയം കരസ്ഥമാക്കട്ടെ എന്ന് പ്രാരംഭത്തിൽ ഞാൻ നിങ്ങളെ ആശംസിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറുക. എക്സാം തുടങ്ങുന്നതിന് നിശ്ചിത സമയങ്ങൾക്ക് മുൻപിൽ എക്സാം സ്ഥലത്ത് നിങ്ങൾ എത്തിയിരിക്കണം. വളരെ ശാന്തമായി വേണം നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി കടന്നു പോകേണ്ടത്. ഓടി അണച്ച് എക്സാം ഹാളിലേക്ക് കയറരുത്. സിനിമയും സീരിയലും ബന്ധങ്ങളും എല്ലാം നിങ്ങൾ അവസാനിപ്പിക്കണം. പ്രാർത്ഥനയോടുകൂടെ വേണം നിങ്ങൾ എക്സാം തുടങ്ങേണ്ടത്. നിങ്ങളുടെ ചോദ്യപേപ്പറും ആൻസർ ഷീറ്റും ഒരുമിച്ച് വെച്ച് അതിൻ്റെ മുകളിൽ കൈവച്ച് മഹാദൈവത്തോട് നിങ്ങൾ അപേക്ഷിക്കണം. പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: ഏത് വിഷയത്തിനും ഫലം തരുന്നത് നമ്മുടെ ദൈവമാണ്. ചെറിയ തുടക്കങ്ങളെ തുച്ഛീകരിക്കാത്തൊരു ദൈവം, സർവ്വവല്ലഭനായൊരു ദൈവം. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. തമ്പുരാനെ, ഞാൻ എക്സാം എഴുതാൻ തുടങ്ങുകയാണ്. എൻ്റെ കഴിവുകളൊക്കെ, അങ്ങ് എനിക്ക് തന്നിട്ടുള്ള കഴിവുകളൊക്കെ ഞാൻ ഈ പരീക്ഷാ പേപ്പറിലേക്ക് ഓർമ്മയും എൻ്റെ ബുദ്ധിയും പഠിച്ചതുമൊക്കെ ഞാൻ ഈ പരീക്ഷാ പേപ്പറിലേക്ക് പകർത്താൻ തുടങ്ങുകയാണ്. അങ്ങ് എനിക്ക് ഓർമ്മ തരണം എന്ന് പറഞ്ഞു വേണം നിങ്ങൾ ആരംഭിക്കേണ്ടതില്ല. 10ാം ക്ലാസ്സിലും +1-നും +2-നും ഉന്നത വിദ്യാഭ്യാസത്തിലുമൊക്കെ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാ ടെൻഷനും കളഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലൊരു ഉന്നത വിജയം സർവശക്തനായ ദൈവം നൽകിത്തരും എന്ന പ്രതീക്ഷയോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. എല്ലാ കുഞ്ഞുങ്ങളും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രതീക്ഷയോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. വൈരാഗ്യങ്ങൾ കടയുക. രാവിലെ എക്സാമിന് വേണ്ടി സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് മാതാപിതാക്കളിൽ നിന്ന് ഒരു അനുഗ്രഹം വാങ്ങിച്ച് നിങ്ങൾ പോകുക. അവരുമായിട്ട് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ സ്കൂളിലേക്ക് കടന്നു പോകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ദൈവം നിങ്ങളെ ആദരിക്കും. പിതാവേ, 2019 എക്സാം എഴുതുന്ന എല്ലാ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഒത്തിരി പ്രതീക്ഷയോടുകൂടെ അവർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നു. 10ാം ക്ലാസ്സിലും +1-നും +2-നും ഉന്നത വിദ്യാഭ്യാസത്തിനുമൊക്കെ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരുടെ മേലൊരു അസാധാരണ ജ്ഞാനം കൊടുക്കണം. ജ്ഞാനം കുറഞ്ഞവരെ ഭത്സിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് അപേക്ഷിക്കുക അത്രേ വേണ്ടത്. അപ്പോൾ അവൻ അത് നിങ്ങൾക്ക് നൽകുമെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലും അസാധാരണ അത്ഭുതം കൊണ്ട് കർത്താവ് നിറയ്ക്കുന്നതിനായി സ്തോത്രം. എല്ലാവരുടെ മേലും അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യണം. ദൈവം എല്ലാവരെയും ആദരിക്കണം. പ്രാർത്ഥനയുടെ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഉന്നത വിജയവുമായിട്ട് നിങ്ങൾ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.